ദൈവത്തെ മറന്നു കുഞ്ഞേ, ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? പൊന്നു കുഞ്ഞെ, ദൈവസ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. സർവശക്തനും കാരുണ്യവാനുമായ യേശുനാഥ, അങ്ങയുടെ തിരുവചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. രോഗത്താൽ വേദന അനുഭവിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സുഖപ്പെടുത്തണമേ. സമാധാനമില്ലാത്ത ഹൃദയങ്ങളിലേക്ക് അങ്ങയുടെ സമാധാനം പകർന്നു കൊടുക്കണമേ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 34-ാം തിരുവചനം. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. 12 വർഷമായി രക്തസ്രാവം ബാധിച്ച് അവശത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ യേശുവിലുള്ള വിശ്വാസം പ്രകടിപ്പിച്ച് അവിടുത്തെ വസ്ത്രത്തിന്മേൽ ഒന്ന് തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം ലഭിച്ചു. അതിനുശേഷം യേശു അവളോട് പറഞ്ഞ മറുപടിയാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 5-ാം തിരുവചനം കൂടാതെ 10-11 തിരുവചനങ്ങൾ. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനേ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. 10-11 തിരുവചനങ്ങൾ. എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോവുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 14-ാം തിരുവചനം ഇപ്രകാരം നമ്മോട് അരുളി ചെയ്യുന്നു. പിന്നീട് യേശു ദേവാലയത്തിൽ വച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും.
നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. വീണ്ടും സങ്കീർത്തനം 103 നമ്മോട് പറയുന്നു, അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് രോഗശാന്തിക്കായി പുണ്യസ്ഥലങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും കയറിയിറങ്ങുന്ന ധാരാളം പേരെ നമുക്ക് കാണാം. പള്ളികളിലോ അമ്പലങ്ങളിലോ ദൈവം ഇരിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. ഇന്ന് അതുപോലുള്ള സ്ഥലങ്ങൾ മനുഷ്യരെ തമ്മിലടിപ്പിക്കുവാനും പണം സമ്പാദിക്കുവാനുമുള്ള കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് യേശുനാഥൻ ഇപ്രകാരം പറഞ്ഞത്, എൻ്റെ ആലയം നിങ്ങൾ കച്ചവടക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 13 തിരുവചനവും വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 17 തിരുവചനവും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം 46 തിരുവചനവും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായം 16 തിരുവചനവും ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് നമ്മോട് പറയുന്നു. അതുകൊണ്ട് നാം ഈ കേന്ദ്രങ്ങളിലെല്ലാം രോഗശാന്തി നേടി പോകുന്നു എങ്കിൽ നമ്മൾ തികഞ്ഞ വിഗ്രഹാരാധകരാണ്. ഈ കേന്ദ്രങ്ങളിലെല്ലാം ദൈവത്തിലേക്ക് അടുപ്പിക്കേണ്ട സ്ഥലങ്ങളാണ്. എന്നാൽ അതിനു പകരം ഇന്ന് നാം കാണുന്നത് മനുഷ്യരെ തമ്മിലടിപ്പിക്കുവാനും അതോടൊപ്പം പണം സമ്പാദിക്കുവാനുമുള്ള കേന്ദ്രങ്ങളായി മാറുകയാണ്. നമുക്ക് രോഗശാന്തി ലഭിക്കണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കുക. എന്താണ് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ? അവിടുത്തെ വചനങ്ങൾ പഠിക്കുക, അവിടുത്തെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുക എന്നത് മാത്രമാണ്. യേശു ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചതുകൊണ്ടൊന്നും കാര്യമായില്ല. നാം ഒരാളെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൽ നിന്നും നമുക്ക് സഹായം കിട്ടും, അല്ലെങ്കിൽ രക്ഷ കിട്ടും. അദ്ദേഹം പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ സത്യമാണ്, അത് നാം അനുസരിക്കണം, അനുഗമിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ പലർക്കും ആ യാഥാർത്ഥ്യം മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം 16 അധ്യായം 12 തിരുവചനം ഇപ്രകാരം നമ്മോട് പറയുന്നു, കർത്താവേ, മരുന്നോ ലേപനാഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. സുഖപ്പെടുത്താൻ, രോഗശാന്തി ലഭിക്കാൻ തിരുവചനം മാത്രമാണ് ആശ്രയം. ലക്ഷങ്ങളും കോടികളും മുടക്കി ചികിത്സ നടത്തുന്ന നിരവധി ആളുകളെ നാം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അവരുടെ ചികിത്സയ്ക്കൊക്കെ ശേഷം ആ ചികിത്സിച്ച ഡോക്ടർ പറയുന്ന ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്, എനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു, പക്ഷേ ഇനി ദൈവം കനിഞ്ഞാൽ മാത്രമാണ് ഇദ്ദേഹം സുഖപ്പെടൂ എന്ന്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ആദ്യമേ നീ ആ ദൈവത്തിലേക്ക് തിരിയൂ. എന്തിന് നിന്റെ കയ്യിലെ പണം വെറുതെ ചെലവാക്കുന്നു, ആശുപത്രികളിൽ നൽകുന്നു? മറിച്ച്
നീ ആ യേശുവിലേക്ക് തിരിയൂ. യേശുവിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും ഉപദേശങ്ങളും സ്വന്തമായി സ്വീകരിക്കൂ. അതിൽ നിന്നും കടുകിട വ്യത്യാസമില്ലാതെ നീ നിന്റെ ജീവിതം നയിക്കൂ. നീ സുഖമുള്ളവനായിരിക്കും. നിനക്ക് യേശുവിൻ്റെ സമാധാനം ലഭിക്കും. ഏവർക്കും സമാധാനം നിറയട്ടെ എന്ന് ആശംസിക്കുന്നു.